നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും അരുൺ ടെക്സ്റ്റോയുടെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വേരിയസ് LDC 207/2019 കട്ട് ഓഫ് മാർക്ക് എത്രയാണെന്ന് നമുക്ക് നോക്കാം. തിരുവനന്തപുരം 52.67 കട്ട് ഓഫ് മാർക്ക് വരുന്നത്. മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവർ 1441 പേരാണ് വരുന്നത്. കൊല്ലം ജില്ലയിൽ 54.67 കട്ട് ഓഫ് മാർക്ക് വരുന്നത്. മെയിൻ ലിസ്റ്റിൽ 809 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ 52 കട്ട് ഓഫ് മാർക്ക് വരുന്നത്. മെയിൻ ലിസ്റ്റിൽ 571 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ 48.67 കട്ട് ഓഫ് മാർക്ക് വരുന്നത്. മെയിൻ ലിസ്റ്റിൽ 707 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ 54.67 കട്ട് ഓഫ് മാർക്ക് വരുന്നത്. മെയിൻ ലിസ്റ്റിൽ 845 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ 49 കട്ട് ഓഫ് മാർക്ക് വരുന്നത്. മെയിൻ ലിസ്റ്റിൽ 581 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ 53 കട്ട് ഓഫ് മാർക്ക് വരുന്നത്. മെയിൻ ലിസ്റ്റിൽ 1186 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. തൃശൂർ ജില്ലയിൽ 55.33 കട്ട് ഓഫ് മാർക്ക് വരുന്നത്. മെയിൻ ലിസ്റ്റിൽ 1039 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ 54 കട്ട് ഓഫ് മാർക്ക് വരുന്നത്. മെയിൻ ലിസ്റ്റിൽ 961 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ 53 കട്ട് ഓഫ് മാർക്ക് വരുന്നത്. മെയിൻ ലിസ്റ്റിൽ 997 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 54.33 കട്ട് ഓഫ് മാർക്ക് വരുന്നത്. മെയിൻ ലിസ്റ്റിൽ 987 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. വയനാട് ജില്ലയിൽ 50.67 കട്ട് ഓഫ് മാർക്ക് വരുന്നത്. മെയിൻ ലിസ്റ്റിൽ 372 പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ 55.33 കട്ട് ഓഫ് മാർക്ക് വരുന്നത്. മെയിൻ ലിസ്റ്റിൽ 960 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ 51.33 വരുന്നത്. മെയിൻ ലിസ്റ്റിൽ 530 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ 14 ജില്ലകളിലായി വേരിയസ് LDC കാറ്റഗറി നമ്പർ 207/2019 മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ ആകെ എണ്ണം എന്ന് പറയുന്നത് 11,986 പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമായാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ ഇൻഫർമേഷൻസും PS റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ഇതേഷൻ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു ഇൻഫർമേഷനുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.